സ്നേഹത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഞങ്ങളോട് കൂടെയായിരിക്കാൻ, ഞങ്ങളുടെ കൂടെ നടക്കാൻ, ഞങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യേശ്വരേ, അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അങ്ങയോട് കൂടെയായിരിക്കാൻ ഈ തിരുമണിക്കൂറിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിൽ കൂപ്പുകരങ്ങളോടെ ആയിരുന്നു സ്വർഗം മുഴുവനും സന്നിഹിതമായിരിക്കുന്ന ഈ അത്താഴയിൽ നമ്മുടെ മനസ്സും ഹൃദയവും ചേർത്ത് വെച്ച് സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്താം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തോകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തോകി എഴുന്നള്ളുന്നു. ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങി ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകി സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തോകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം
മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാദലോക നാദനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തോകി എഴുന്നള്ളുന്നു മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരേ മഹിത ഗീതികൾ പൊഴിച്ചിടുവിൻ മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരേ മഹിത ഗീതികൾ പൊഴിച്ചിടുവിൻ വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാദലോക നാദനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തോകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തോകി എഴുന്നള്ളുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത് വിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യേശോയെ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കൂടെ വസിക്കുന്ന അങ്ങയോട് കൂടെയായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഈശോയെ, ഈ മഹനീയ സാന്നിധ്യത്തിന് മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും പരിഭവങ്ങളും എല്ലാം ഈ സന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കട്ടെ. ഈശോയെ, അങ്ങയിൽ നിന്ന് ആശ്വാസം സ്വീകരിച്ച്, ശക്തി സ്വീകരിച്ച്, കൃപ സ്വീകരിച്ച് അഭിഷേകമുള്ളവരായി തീരാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഈ തിരുമണിക്കൂറിൽ അങ്ങേ ആത്മാവ് നയിക്കുന്ന വഴികളിലൂടെ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി, അവിടുത്തെ അഭിഷേകത്തിനായി നമ്മുടെ കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് ആത്മാവെ നിറയണമേ എന്ന ആഗ്രഹത്തോടെ, ദാഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ, വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ, വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ആത്മവഴിയാൽ നനച്ചിടണേ, ആത്മശക്തിയാൽ കരുത്തേ
പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. നിലഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ധരിച്ചിടാം സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. നീതിതൻ പോർച്ചട്ട ധരിച്ചിടാം സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. വചനത്തിൻ വാളെടുത്ത് വീശിടാം തിന്മകളെ വെട്ടിയറിഞ്ഞിടാം. വചനത്തിൻ വാളെടുത്ത് വീശിടാം തിന്മകളെ വെട്ടിയറിഞ്ഞിടാം. വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേരിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. വിശ്വാസത്തിൻ പരിചയ എടുത്തിടാം സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. വിശ്വാസത്തിൻ പരിചയ എടുത്തിടാം സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിടാം സാത്താന്റെ കോട്ടകൾ തകർത്തിടാം. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിടാം സാത്താന്റെ കോട്ടകൾ തകർത്തിടാം. വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേരിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേരിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേരിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച നമുക്ക് അവിടുത്തെ തിരുസാന്നിധ്യത്തിനു മുൻപിൽ സ്വസ്ഥരായിരിക്കാം. നാം ആയിരിക്കുന്നത് പോലെ നമ്മെ മനസ്സിലാക്കുന്ന, നാം ആയിരിക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കുന്ന ആ നല്ല നാഥൻ്റെ മുൻപിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഈ തിരുമണിക്കൂറിൽ നമുക്കായിരിക്കാം. ഈശോയെ, സ്നേഹമേ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന നാഥനെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയെ, സ്നേഹമേ,
എൻ്റെ ഉള്ളിൽ വസിക്കുന്ന നാഥ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മുടെ ചിന്തയിലും മനസ്സിലും വികാര വിചാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, ഈശോയെ സ്നേഹമേ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന നാഥ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. പിരിയാൻ അനുവദിക്കില്ല. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ തളരില്ല, തളരാൻ അനുവദിക്കില്ല. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാൻ അനുവദിക്കില്ല. നീയാണു സ്നേഹം, നീയാണു സത്യം. കാരുണ്യനാഥ, കാൽവരിനാഥ, നീയാണു സ്നേഹം, നീയാണു സത്യം. വഴിവിളക്കെല്ലാം അണഞ്ഞൊരാ രാത്രിയിൽ ഞാൻ കണ്ട നക്ഷത്രം നീയായിരുന്നു. അവസാനമിത്രവും യാത്ര പറഞ്ഞപ്പോൾ എൻ മുന്നിൽ തെളിഞ്ഞതും നിൻമുഖം മാത്രം. കന്യാസുതനേ, കാവൽ വിളക്കേ, കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. കന്യാസുതനേ, കാവൽ വിളക്കേ, കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാൻ അനുവദിക്കില്ല. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ തളരില്ല, തളരാൻ അനുവദിക്കില്ല. ഉശാന പാടിയോ ഒറ്റിടുമ്പോൾ, കല്ലുമായിടംബലം നിറഞ്ഞിടുമ്പോൾ, പാപമില്ലാത്തവർ കല്ലെറിയൂ, നീ ചൊല്ലി എനിക്കായി ഏറെ വട്ടം. കന്യാസുതനേ, കാവൽ വിളക്കേ, കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. കന്യാസുതനേ, കാവൽ വിളക്കേ, കണ്ണി
കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാൻ അനുവദിക്കില്ല. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ തളരില്ല, തളരാൻ അനുവദിക്കില്ല. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാൻ അനുവദിക്കില്ല. നീ എൻ്റെ മനസ്സിൻ്റെ മലർവാടിയിൽ പൂന്തേൻ പൊഴിക്കുന്ന മധുസൂനമാ. നീ എൻ്റെ മനസ്സിൻ്റെ മലർവാടിയിൽ പൂന്തേൻ പൊഴിക്കുന്ന മധുസൂനമാ. കാരുണ്യനാഥാ, കാൽവരിനാഥാ, നീയാണു സ്നേഹം, നീയാണു സത്യം. കാരുണ്യനാഥാ, കാൽവരിനാഥാ, നീയാണു സ്നേഹം, നീയാണു സത്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനമായി ഈശോ മാംസമായി അവതരിച്ച പുണ്യദിനമാണല്ലോ ക്രിസ്തുമസ്. ക്രിസ്തുമസ് ആഘോഷിച്ച് ആ സന്തോഷത്തിലായിരിക്കുന്ന നമുക്ക് അവിടുത്തെ വചനം ശ്രവിക്കാൻ കാതോർക്കാം. വചനമായ ഈശോ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും ആത്മാവിലും നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും വചനശ്രവണത്തിനായി നമുക്കൊരുക്കാം. ഇന്ന് നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ജോബി കോവാട്ടാണ്. അച്ഛനെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം വചന സന്ദേശം നമുക്ക് ശ്രവിക്കാം. ഈശോയെ, ഈ മണിക്കൂറുകളിൽ എന്നോട് അച്ഛനിലൂടെ നീ സംസാരിക്കണമേ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വചന സന്ദേശത്തിനായി നമുക്ക് നമ്മെ ഒരുക്കാം. ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായിട്ട് ആചരിച്ച 2024 അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഈ ദിവ്യകാരുണ്യ വർഷം നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് അത്രമാത്രം കൊതിച്ച ദിവ്യകാരുണ്യനാഥൻ തൻ്റെ ജീവനും സ്നേഹവും നമുക്കായി പകർന്നേകി കൂടെ വസിക്കാൻ ആഗ്രഹിച്ചവൻ നമുക്കായി എന്തുമാത്രം നന്മകളും അനുഗ്രഹങ്ങളും പകർന്നേകി എന്ന് ചിന്തിക്കാനും ധ്യാനിക്കാനും അവിടത്തേക്ക് നന്ദി പറയാനുമായിട്ടുള്ള അവസരമാണിത്. മാതൃവേദിയിൽ അംഗങ്ങളായ അമ്മമാർ, അല്ലെങ്കിൽ അവർക്കുപരിയായിട്ട് തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ അമ്മമാരും ഒരേ മനസ്സോടെ ഈ ഒരു വർഷം മുഴുവൻ ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം അനുഭവിച്ച് അതിൻ്റെ മാധുര്യം അനുഭവിക്കാനായിട്ട് ഒത്തുചേരുകയായിരുന്നു. ദേവാലയങ്ങളിലെ ബലിയർപ്പണത്തിലൂടെ, കുദാശകളുടെ സ്വീകരണത്തിലൂടെ, തങ്ങളുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകളിലൂടെ അവർ നടത്തിയ ആ പരിശ്രമത്തോടൊപ്പം തലശ്ശേരി അതിരൂപത മാതൃവേദി അമ്മമാർക്കായിട്ട് ഓൺലൈൻ ആരാധന ഓരോ മാസവും സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാർ, ജനറാളച്ചന്മാർ, സുപ്രസിദ്ധ ധ്യാന ഗുരുക്കന്മാർ ഒക്കെ ഓരോ മാസങ്ങളായിട്ട് നമുക്ക് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അർത്ഥവത്തായ സന്ദേശങ്ങൾ നൽകി കുറേ കൂടി ദിവ്യകാരുണ്യ ഈശോയെ മനസ്സിലാക്കാനും ദിവ്യകാരുണ്യത്തിൻ്റെ അർത്ഥതലങ്ങൾ തിരിച്ചറിയാനും നമ്മളെ സഹായിക്കുകയുണ്ടായി. അവരെല്ലാം ഒരുപാട് നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം ഈ 12 മാസവും ദിവ്യകാരുണ്യ ഈശോയുടെ ആ സ്നേഹം നുകരാനായിട്ട്, അവിടത്തേക്ക് ആരാധനയും സ്തുതിയും നന്ദിയും അർപ്പിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് ദിവ്യകാരുണ്യത്തിൻ്റെ പേരിൽ രൂപീകൃതമായിരിക്കുന്ന സന്യാസിനി സമൂഹം SABS, ആ കോൺഗ്രിഗേഷനിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. എത്ര ഹൃദയസ്പർശിയായിട്ടാണ് അവർ ആരാധനയ്ക്ക്, പാട്ടുകൾക്ക് ഒക്കെ നേതൃത്വം കൊടുത്ത് അവരുടെ പ്രൊവിൻഷ്യളമ്മയെയും ഇതിനോട് സഹകരിച്ച എല്ലാ സിസ്റ്റർമാരെയും ഏറെ നന്ദിയോടെ നമുക്ക് ഓർക്കാം.
അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, അവരുടെ ശുശ്രൂഷ മേഖലകളിൽ ഉത്തരോത്തരം പുരോഗതി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ 12ാമത്തെ മാസത്തിൽ, ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ മാസത്തിൽ ദിവ്യകാരുണ്യവും മാതൃത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ധ്യാനിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്തറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ദിവ്യകാരുണ്യത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് അമ്മമാരാണ്. ഒരുപക്ഷെ ദിവ്യകാരുണ്യത്തോട് ഏറ്റവും അടുപ്പമുള്ളതും അമ്മമാർക്കാണ്. കാരണം ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത് തന്നെ മനുഷ്യന് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നാണ് ദിവ്യകാരുണ്യം സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും തൻ്റെ ജീവന് വേണ്ടി അത്രമേൽ ആശ്രയിക്കുന്നത് അമ്മയെയാണ്. അമ്മയെ കൂടാതെ ജീവനില്ല. ദൈവം മനുഷ്യന് ജീവൻ നൽകാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അതിന് ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തത് അമ്മമാരെയാണ്. നമുക്കറിയാം, വിവാഹത്തിലൂടെ ഒന്നാകുന്ന സ്ത്രീയും പുരുഷനും തങ്ങളുടെ സ്നേഹത്തിൽ രൂപം കൊടുക്കുന്നതാണ് ഓരോ കുഞ്ഞിനും. പക്ഷേ ആ കുഞ്ഞിന് ജീവൻ നൽകുന്നത് ദൈവമാണ്. ഇവിടെ പുരുഷൻ്റെ ആ പ്രക്രിയ എന്ന് പറയുന്നത്, സംഭാവന എന്ന് പറയുന്നത്, ആ ജീവൻ നൽകുന്നതിൻ്റെ തുടക്കത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. പിന്നെ ആ ജീവൻ്റെ അംശം തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന നിമിഷം തൊട്ട് ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയം വരെയും, പിന്നീട് അതിനെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന ആ സമയം വരെയും അതിൻ്റെ കൂടെ നിന്ന് ദിവ്യകാരുണ്യത്തെ പോലെ മനുഷ്യ ജീവന് വളർച്ചയുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടി അത്രമേൽ പരിശ്രമിക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മമാരാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ജീവൻ നൽകാൻ വേണ്ടിയാണെങ്കിൽ അമ്മമാർ ഈ ജീവൻ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അത് മനുഷ്യ ജീവിതങ്ങളിലേക്ക് കൈമാറിക്കൊടുക്കാൻ, പുതുതലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനും അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ വളർത്താനും അത്യന്തം പരിശ്രമിക്കുന്നവരാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് വിശക്കുകയില്ല, എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് ദാഹിക്കുകയില്ല. അപ്പോൾ വിശപ്പും ദാഹവും ശമിപ്പിക്കുക എന്നതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു വലിയ ദൗത്യം. അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമല്ല, അവൻ്റെ മനസ്സിൻ്റെ പലതരത്തിലുള്ള വിശപ്പുകൾ, അവൻ്റെ ആത്മാവിൻ്റെ വിശപ്പുകൾ, അങ്ങനെ മനുഷ്യൻ്റെ സകലമായ വിശപ്പുകളും ദാഹങ്ങളും ശമിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതാണ് തൻ്റെ ശരീരവും രക്തവും പങ്കുവയ്ക്കുന്ന ഈ വിശുദ്ധ കുർബാന. ഒരു കുടുംബത്തിലുള്ള സകലരുടെയും വിശപ്പും ദാഹവും ശമിപ്പിക്കുന്ന ആരാ? അത് അമ്മയാണ്. അമ്മയുള്ള ഭവനത്തിൽ ആർക്കും വിശപ്പോ ദാഹമോ ഉണ്ടാകുമെന്ന ആശങ്ക വേണ്ട. ഒരുപക്ഷെ നമ്മുടെ അമ്മമാർ അവരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സമർപ്പിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലാത്ത രീതിയിൽ അത്രമാത്രം അവർ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം നൽകാൻ വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പം വിശപ്പും ദാഹവും ശമിപ്പിക്കുന്ന ദിവ്യകാരുണ്യത്തെ പോലെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും വിശപ്പും ദാഹവും ശമിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ ഈ ദിവ്യകാരുണ്യത്തിന് തുല്യരായി തീരുകയല്ലേ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് പിതാവ് തന്നവരിൽ ആരും നശിച്ചു പോകാതെ ഞാൻ അവർക്ക് നിത്യജീവൻ നൽകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം ഈശോ പറയുന്നത്, ആരും നശിച്ചു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എല്ലാവരെയും സംരക്ഷിക്കാൻ, എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ ഈശോ സ്ഥാപിച്ച കൂദാശയാണ് ദിവ്യകാരുണ്യം. ഒരു കുടുംബത്തിലുള്ള ആരും നശിച്ചു പോകരുതേ, അവർക്ക് ആർക്കും അപകടമുണ്ടാകരുതേ എന്ന് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എന്ത് സാഹസവും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആരാ? അതിനൊരു ഉത്തരവേ ഉള്ളൂ, അത് ആ കുടുംബത്തിലെ അമ്മയാണ്. മറ്റാരെക്കാളും അധികം മക്കൾ ഭവനത്തിൽ നിന്ന് ദൂരദേശത്തേക്കൊക്കെ യാത്ര പോകുമ്പോൾ, ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും ഒക്കെ പുറപ്പെടുമ്പോൾ അമ്മ ചങ്കുപൊട്ടി പറയുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചു പോകണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും അമ്മയ്ക്കൊരു വല്ലാത്ത കരുതലാണ്. ദൂരെ പഠിക്കുന്ന അല്ലെ ജോലി ചെയ്യുന്ന മോനോ മോളോ വീട്ടിലേക്ക് വരുന്നു, അപ്പം ഞാൻ ഇന്ന സമയത്ത് ട്രെയിൻ കയറിയെന്ന് അമ്മയോട് വിളിച്ച് പറയുക, നാട്ടിലെത്തേണ്ട സമയമായി, എത്തിയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
സമയത്തെത്തിയിട്ടില്ല, 1 മണിക്കൂറൊക്കെ അമ്മ നോക്കി, എന്നിട്ടും എത്തുന്നില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ആ അമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ആകപ്പാടെ അസ്വസ്ഥയായി ഇതിന് കുഞ്ഞിനെന്തു പറ്റി എന്നത്. അതുപോലെ കുഞ്ഞിനെപ്പോലെ തന്നെ ഭർത്താവിനും എല്ലാവരെക്കുറിച്ചും കരുതലുള്ള ആളാണ് അമ്മ. ഒരു കുടുംബത്തിലെ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അത്രമാത്രം സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ആ വ്യക്തിത്വത്തെ ആണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നു, ഈശോ പറഞ്ഞു, നിത്യജീവൻ മനുഷ്യന് നൽകാൻ വേണ്ടിയാണ് ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അപ്പോൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഭക്ഷണമായിട്ടല്ല ഈശോ ദിവ്യകാരുണ്യത്തെ അവതരിപ്പിക്കുന്നത്. മറിച്ച് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് തിരുപ്പാധേയമായിട്ട് അവിടുന്ന് തന്നതാണ് തൻ്റെ ശരീരവും രക്തവും. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് അത്രമാത്രം തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാരാ? അതും അമ്മ തന്നെയാണ്. ഒരു കുടുംബത്തിൻ്റെ ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് അമ്മയുടെ വിശ്വാസമാണ്. നമുക്കറിയാം, സത്യത്തിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന കുടുംബത്തിലെ അംഗത്തെ ചകഞ്ഞാൽ അത് അമ്മയാണ്. താല്പര്യത്തോടെ പോകുന്നു. ചിലപ്പോൾ തിരുനാളുകൾക്കൊക്കെ 9 ദിവസത്തെ നൊവേനയും 2 ദിവസത്തെ ആഘോഷമായ കുർബാനയൊക്കെ ഉണ്ടാകും. അതിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പോയി തമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് അത് അമ്മയാണ്. 25 നോമ്പ്, 50 നോമ്പ്, 15 നോമ്പ്, 2 8 നോമ്പുകൾ, 3 നോമ്പ്, ഇതൊന്നും മുടങ്ങാതെ എടുക്കുന്ന ഒരാൾ ആ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ അമ്മയാണ്. വേറെ ആരും അതേക്കുറിച്ച് ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടാവില്ല. അപ്പോൾ അമ്മമാർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത നാളിൽ അമ്മമാർ പ്രാർത്ഥിച്ച് അങ്ങ് കൃപാലയം വരെയൊക്കെ പോകുന്നുണ്ട്. എവിടെയാണോ അനുഗ്രഹം കിട്ടുന്നത് എന്ന് മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് അവിടം വരെ റിസ്ക് എടുത്ത് പോയി പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് മടിയില്ല. ഈ അമ്മ പ്രാർത്ഥിക്കാൻ പോകുന്ന അമ്മയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം. അമ്മ പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ഭർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് പരീക്ഷയിൽ വിജയം കിട്ടാൻ വേണ്ടി, അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി, അവർ വിദേശത്തേക്ക് പോകാനായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, അത് പാസ്സാകാൻ വേണ്ടി, അങ്ങനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരമ്മ. ദിവ്യകാരുണ്യത്തെ പോലെ സ്വയം സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും നിത്യരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരമ്മ. കുടുംബത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഈ അമ്മയാണ്. അമ്മയില്ലെങ്കിൽ പലപ്പോഴും കുടുംബ പ്രാർത്ഥന അന്യം നിന്നു പോകും എന്നത് ഒരു സത്യമല്ലേ. അമ്മമാർക്ക് തുല്യം അമ്മമാർ മാത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന അത്രയ്ക്ക് ദിവ്യകാരുണ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളാണ് ഈ അമ്മമാരുടെ. ഈശോ വീണ്ടും പറഞ്ഞു, ഒരു സ്ത്രീക്ക് പ്രസവ വേദന അനുഭവിക്കുമ്പോൾ തൻ്റെ സമയം അടുത്തതുകൊണ്ട് അവൾ വളരെയധികം ദുഃഖിക്കുന്നു. എന്നാൽ ഒരു ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. കാരണം ഒരു പുതിയ മനുഷ്യ ജീവൻ ഈ ഭൂമിയിൽ ഉരുവായിരിക്കുകയാണ്. സത്യത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എപ്പോഴാണ്? നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ഉത്തരം സെഹിയോൻ ഊട്ടിശാലയിൽ വെച്ചാണെന്നാണ്. ശരിയാണ്, അവിടെയാണ് തുടക്കം. ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ അപ്പവും ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് പാനപാത്രവും എടുത്ത് അവിടെ നിന്ന് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തത് അവിടെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പൂർത്തീകരിക്കപ്പെട്ടത് എവിടെയാണ്? അത് കാൽവരിയിലെ കുരിശിലാണ്. ദൈവശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈശോയുടെ തിരുവിലാവിലേക്ക് പടയാളികളിൽ ഒരുവൻ തൻ്റെ കുന്തം കുത്തിയിറക്കിയപ്പോൾ അവിടുന്ന് അവശേഷിച്ച ആ രക്തവും വെള്ളവും ഒഴുകിയിറങ്ങി. ഇതാണ് ഇന്നും ദിവ്യബലി അർപ്പിക്കുമ്പോൾ വൈദികർ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. പടയാളികൾ ഒരുവൻ നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. ഇത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാണ്. വീഞ്ഞ് വെള്ളത്തോടും വെള്ളം വീഞ്ഞിനോടും കലർത്തപ്പെടുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അപ്പവും വീഞ്ഞൊരുക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഈശോ സെഹിയോൻ ഊട്ടുശാലയിൽ ആരംഭിച്ചിട്ട് തൻ്റെ അവസാനത്തുള്ളി ചോരയും വെള്ളവും മനുഷ്യവംശത്തിന് വേണ്ടി ഒഴുക്കിയ ആ സമയം വരെയുള്ളതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപന നിമിഷങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈശോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹനാനുഭവത്തിലൂടെ കടന്നുപോയത് എപ്പോഴാണോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യം സ്ഥാപിക്കപ്പെട്ടത്. ഒരമ്മ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനാനുഭവത്തിലൂടെ കടന്നു പോകുന്ന എപ്പോഴാണ്? തീർച്ചയായിട്ടും അതൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത സമയത്ത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് എല്ലാവരും ആദ്യം തിരക്കിയത് വിശേഷമായെന്നൊക്കെയാണ്. വിശേഷമായെന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ അന്ന് തീർന്നതാണ് അമ്മയുടെ സന്തോഷം.
പിന്നോക്കാനോ ആയി, ഛർദിയായി, അസ്വസ്ഥതയായി, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇതുവരെ ഉണ്ടാകാത്ത രോഗങ്ങൾ അമ്മയെ തേടി വരുന്നു. അങ്ങനെ വന്ന് ആ പ്രസവത്തിൻ്റെ നിമിഷത്തിലേക്കൊക്കെ എത്തുമ്പോൾ, സഹിക്കാൻ പറ്റാത്ത വേദനയുടെ അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരുപക്ഷെ ഈശോ പറഞ്ഞതുപോലെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. വേണ്ടായിരുന്നു. പക്ഷെ തൊട്ടടുത്ത നിമിഷം ഈശോ തിരുത്തിയതുപോലെ അമ്മമാരും തിരുത്തി, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ അങ്ങ് കടന്നുപോയൊരു പുതിയ ജീവൻ രൂപപ്പെട്ട് കഴിയുമ്പോൾ അമ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എൻ്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന അത്രമാത്രം വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിലെ സഹനാനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ദിവ്യകാരുണ്യമാക്കി തീർക്കുന്നത്. ഈ ഒരു വർഷം നമ്മളെടുത്ത മോട്ടോ എന്ന് പറയുന്ന, ആപ്തവാക്യം എന്ന് പറയുന്നത്, വിശുദ്ധയായ അമ്മ ജീവിക്കുന്ന ദിവ്യകാരുണ്യം എന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് തൻ്റെ മേലങ്കി മാറ്റിവെച്ച് ഒരക്കച്ചി എടുത്ത് ചുറ്റി ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകുകയാണ്. എന്തിനാണ് ഈശോ ഇപ്രകാരം ചെയ്തത്? ഞാൻ വിശ്വസിക്കുന്നു അത് ഈ അമ്മമാർക്കൊക്കെ ഒരു വലിയ ബലം കൊടുക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ്? ഒരു കുടുംബത്തിൽ ഒരമ്മ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ജോലിയാണ്. ഏറ്റവും രാവിലെ ഉണർന്നെണീക്കുന്നത് അമ്മയാണ്. ഏറ്റവും അവസാനം കിടന്നുറങ്ങുന്നത് അമ്മയാണ്. ഈ സമയത്തിനിടയ്ക്ക് അതിന് വെറുതെ ഇരിക്കാൻ നേരം കിട്ടുന്നില്ല. കുടുംബത്തിലെ സകലമായ ആൾക്കാർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം, തുണികൾ കഴുകി വെക്കണം, വീട് അടിച്ചു പോകണം, അങ്ങനെ തുടങ്ങി അമ്മ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. എന്നാലും ഭർത്താവ് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അമ്മയോട് ചോദിക്കും, നിനക്കെന്നായിരുന്നു ഇവിടെ പണി? അല്ല, പിള്ളേർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മ ഇവിടെ എന്നെ അടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഈ പണിക്ക് ആരും മൂല്യം കൽപ്പിക്കുന്നില്ല. ഈ പണിക്ക് ആരും ശമ്പളമൊന്നും കൊടുക്കുന്നില്ല അമ്മയ്ക്ക്. സത്യത്തിൽ അത് അവരർഹിക്കുന്നതാണ്. എന്നിട്ട് പോലും നയാ പൈസ പ്രതിഫലം ഇച്ഛിക്കാതെ, അത് കിട്ടാതെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അത്രമാത്രം അത്യധ്വാനം ചെയ്യുന്ന അമ്മമാരെ, നിങ്ങൾക്ക് ബലം പകരാൻ വേണ്ടിയാണ് ഈശോ അരക്കച്ചി എടുത്ത് ചുറ്റി ഈ ശിഷ്യന്മാരുടെയൊക്കെ മുമ്പിൽ മുട്ടുകുത്തി പാദം കഴുകി ആ പാദം ചുംബിച്ചത്. ഈ ശുശ്രൂഷയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. അത് പെറുപെറുപ്പില്ലാതെ, മടുപ്പില്ലാതെ, ഒരു അലക്ഷ്യഭാവത്തോടെ ചെയ്യാതിരുന്നാൽ, ഇത് ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ, കർത്താവേ നിന്നെപ്പോലെ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി സ്വയം എരിഞ്ഞ് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവരോട് അത്രമാത്രം സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ സേവനങ്ങളെല്ലാം അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ ചെയ്യുന്നു എന്ന ചിന്തയോടെ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ജീവിക്കുന്ന ദിവ്യകാരുണ്യമായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, ഈ ചിന്തകളെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് അൾത്താരയിൽ ആരാധിക്കപ്പെടേണ്ട ഒന്ന് മാത്രമല്ല. അൾത്താരയിൽ നാം അർപ്പിക്കുന്ന ബലി അവസാനിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആശീർവാദം നൽകിക്കൊണ്ട് വൈദികൻ നമ്മളെ പറഞ്ഞയക്കുക. അവിടെ ബലി തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ബലിയുടെ ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇനി ബലിയുടെ യഥാർത്ഥ ഭാഗം നീ നിൻ്റെ ജീവിതത്തിൽ തുടരണം. ഈ ആശീർവാദവും ഈ കരുത്തും സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നീ നിൻ്റെ കുടുംബത്തിലും നിൻ്റെ കർമ്മരംഗങ്ങളിലും മറ്റൊരു വിശുദ്ധ കുർബാനയായി മാറണം. അതിനുള്ള ഭാഗ്യം ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്കാണ്. നിങ്ങൾ നിങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ്, നിങ്ങളെ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മനസ്സിലാക്കി അത് ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ നിറവേറ്റാനായിട്ട് തയ്യാറായാൽ നിങ്ങൾ ഓരോരുത്തരും ശരിക്കും ജീവിക്കുന്ന ദിവ്യകാരുണ്യമായി തീരും. നിങ്ങളെപ്പോലെ കർത്താവിന് ഇത്രമാത്രം പ്രിയപ്പെട്ടവരായിട്ട് മറ്റാരുമില്ല. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യ വർഷം സമാപിക്കുമ്പോൾ ദിവ്യബലിയർപ്പണത്തിലും ആരാധനയിലും കുദാശ സ്വീകരണത്തിലും ഉള്ള നമ്മുടെ പങ്കാളിത്തം അവസാനിക്കുകയല്ല. മറിച്ച് ഈ ഒരു വർഷം നമുക്ക് കിട്ടിയ ബോധ്യത്തിൽ നിന്ന് കരുത്താർജിച്ചുകൊണ്ട് കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ, കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, കൂടുതൽ എൻ്റെ ജീവിതത്തിലൂടെ അവൻ്റെ ജീവിക്കുന്ന സുവിശേഷമായി തീരാൻ, മറ്റൊരു ജീവിക്കുന്ന ദിവ്യകാരുണ്യമായി മാറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ഈ ആരാധനയിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അളവില്ലാത്ത നന്മകൾ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ആരാധന ഈ ഒരു വർഷം മുഴുവൻ നടത്താൻ സഹകരിച്ച എല്ലാവർക്കും, ഇതിൽ പങ്കുചേർന്ന നിങ്ങൾക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയെ സ്നേഹനാഥ, ഞങ്ങളുടെ ജീവിതത്തിന് ബലവും ശക്തിയും പകരാൻ, തേജസ്സും ഓജസ്സും നൽകാൻ കൂടെയായിരിക്കുന്ന അപ്പ
അപ്പമായി തീർന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നല്ല ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കണമേ. എന്നും എപ്പോഴും എല്ലായിടത്തും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അങ്ങയോട് കൂടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന് നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ഒപ്പം നടക്കണമേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഈശോയെ, ഞങ്ങൾ അയോഗ്യരും പാപികളും ബലഹീനരും അശക്തരുമാണെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ബലമില്ലായ്മയിൽ, ഞങ്ങളുടെ ബലഹീനതയെ, ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളിൽ എല്ലാം ഈശോയെ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ വിശുദ്ധിയിൽ വഴി നടത്തണമേ, കൂടെ വസിക്കണമേ. ഈശോയുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് നാഥ കൂടെ വസിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തുടർന്ന് വരുന്ന കാരോസൂസ പ്രാർത്ഥനയിൽ നമുക്ക് ആത്മാർത്ഥമായി പങ്കെടുക്കുകയും ഈശോയെ കൂടെ വസിക്കണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളിലും ഈശോയെ കൂടെ വസിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളുടെ നേരത്തും ഈശോയെ കൂടെ വസിക്കണമേ. ജോലി ഭാരം കൊണ്ട് ഞങ്ങൾ തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. സ്നേഹനാഥ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ ജീവിതാവസ്ഥയിൽ ഈശോയെ കൂടെ വസിക്കണമേ. ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഈശോയെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം തകിടം മറിയുന്ന ഓരോ അവസ്ഥകളിലും നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളിൽ ഈശോയെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ജോലി ഇടങ്ങളിൽ ഈശോയെ കൂടെ വസിക്കണമേ. അമ്മയാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എല്ലാ ദമ്പതിമാരുടെ ജീവിത സാഹചര്യങ്ങളിലും നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളിലും ഈശോയെ കൂടെ വസിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളുടെ നേരത്തും ഈശോയെ കൂടെ വസിക്കണമേ. ജോലി ഭാരം കൊണ്ട് ഞങ്ങൾ തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. സ്നേഹനാഥ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ ജീവിതാവസ്ഥയിൽ ഈശോയെ കൂടെ വസിക്കണമേ. ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഈശോയെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം തകിടം മറിയുന്ന ഓരോ അവസ്ഥകളിലും നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ,
നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളിൽ, ഈശോയെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ജോലി ഇടങ്ങളിൽ, ഈശോയെ കൂടെ വസിക്കണമേ. അമ്മയാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എല്ലാ ദമ്പതിമാരുടെ ജീവിത സാഹചര്യങ്ങളിലും, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ സ്നേഹിതനും സഹയാത്രികനുമായിരിക്കാൻ വേണ്ടി മാംസം ധരിച്ച നിത്യവചനമായ ഈശോയെ, ഞങ്ങളോട് കൂടെ വസിക്കണമേ. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അവിടുത്തോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മന്ദീഭവിച്ച ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ച് അങ്ങയുടെ സൗഹൃദത്തിൻ്റെ അനുഭവം കൊണ്ട് നിറയ്ക്കാൻ അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കണമേ. അങ്ങയുടെ തിരുഹിതം ഞങ്ങൾക്ക് കാണിച്ചു തന്ന് തിരുമുൻപിൽ ക്ഷമയോടെ കാത്തിരുന്ന് അവിടുത്തെ ഹൃദയസ്പന്ദനം അനുഭവിക്കാൻ പഠിപ്പിക്കണമേ. ബലിയായി, വിരുന്നായി, സാന്നിധ്യമായി അങ്ങ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ജീവിതയാത്രയിൽ അപ്പമായി അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കണമേ. ദൈവിക അപ്പമേ, ഞങ്ങളെ അങ്ങയുടേതാക്കണമേ. 2024 ആണ്ടിൻ്റെ അവസാന നാളുകളിലായിരിക്കുന്ന നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ഒരു വർഷം മുഴുവനും ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലുമൊക്കെ അനുഭവിക്കാൻ തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിക്കുകയും അമ്മമാരായ നമ്മൾ എല്ലാ മാസവും ഈശോയുടെ സാന്നിധ്യത്തിന് മുൻപിൽ ഒരുമിച്ചിരുന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത നല്ല ദിനങ്ങളായിരുന്നു കടന്നുപോയത്. ഈശോയെ നന്ദി പറയുന്നു. വിശുദ്ധയായ അമ്മ ജീവിക്കുന്ന ദിവ്യകാരുണ്യമാണെന്ന് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഈശോയെ, അമ്മയാകാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. ജീവൻ കൊടുക്കാൻ, ജീവൻ വളർത്താൻ, ജീവന് കാവലാളാകാൻ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. അങ്ങയെ പോലെ മറ്റൊരു ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, അതിനുള്ള വരവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. വിശുദ്ധ കുർബാനയിലുള്ള അവിടുത്തെ സജീവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ ധന്യമാക്കാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പരിശുദ്ധമായ ദിവ്യഹൃദയത്തിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കാം. ജീവിത പങ്കാളിയെയും മക്കളെയും നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള സകലരെയും ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ സ്തുതി യേശുവേ മഹത്വം ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ 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 സ്തുതി യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയെ, ഈ ഒരു മണിക്കൂർ അങ്ങയോടുകൂടെയായിരിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. അവിടുത്തെ കൃപയും അഭിഷേകവും നന്മകളും കൊണ്ട് ഞങ്ങളെ നിറച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഇപ്പോൾ ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. 2024 എന്ന ഈ വർഷത്തിൻ്റെ അവസാനം അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലുമെല്ലാം അങ്ങ് കൂടെയായിരുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിന്, ഞങ്ങളുടെ കൂടെ നടന്നതിന്, രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചതിന് എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, പുതിയൊരു വർഷം അങ്ങയോട് കൂടെ ആരംഭിക്കാൻ, അങ്ങയോട് കൂടെ ജീവിക്കാൻ, അങ്ങയോട് കൂടെ നടക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ, ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പരിശുദ്ധ തൃപ്പാദത്തിങ്കൽ നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുറിവേറ്റ കരമുയർത്തി നമ്മെ ആശീർവദിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് കുമ്പിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും